ഗായ്സ് ഞാൻ സതീഷ് ഒളിച്ചോടി വന്നേക്കാണ് ഗായ്സ്. അറസ്റ്റ് ചെയ്യാം, നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് ഇപ്പൊ അറസ്റ്റ് ചെയ്യാം, പക്ഷേ അതിനുള്ള എവിഡൻസ് എന്റെ കയ്യിലില്ല. നമ്മളിപ്പോൾ സിക്യൂറിംഗ് ബീച്ചിലാണ്. വയറ്റിലൊരു കുഞ്ഞും കയ്യിലൊരു കുഞ്ഞും. തെറ്റെന്റെ ഭാഗത്താ. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ സതീഷ് അമൃതരാജ്. സോറി ഫോർ എവരിതിങ്. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയാമോ നിങ്ങൾക്ക്? ഇത് ഏത് റെയിൽവേ സ്റ്റേഷനാണെന്നറിയോ? നമ്മൾ ഗോവ റെയിൽവേ സ്റ്റേഷനാണുള്ളത്. നമ്മുടെ കൂടെ അജീഷനുണ്ട്, അജീഷൻ്റെ വൈഫുണ്ട്, ഭീംഗളുണ്ട്, ഭീംഗളിൻ്റെ ഹസ്ബൻഡുണ്ട്, ഭീംഗളിൻ്റെ ഫാമിലി ഉണ്ട്, ഹരിയുണ്ട്. എല്ലാരും വിളിച്ചു. ഈ വ്ളോഗ് 2 ടീഷർട്ട് മേടിച്ച് കൊടുക്കുന്നതിനാൽ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. പിന്നതാ ഇതാരാന്നറിയാമോ? ഇതാരാന്നറിയാവുന്നൊരു കമന്റ് ചെയ്യും. ഇതാരാന്നറിയാവുന്നൊരു കമന്റ് ചെയ്യും. ഇത് കണ്ടോ എവിടാ, എങ്ങോട്ടാ? നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വന്ന വാനാണ് ബാക്കി കിടക്കുന്നത്. നമ്മൾ വണ്ടിയുടെ അകത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഏതാനും നിമിഷങ്ങൾക്കകം വണ്ടി എടുക്കുന്നതായിരിക്കും. ഗൈസ്, ഇവിടെയാണ് നമ്മളെ സ്റ്റേ. ഇതാണ് നമ്മുടെ റൂം ഗൈസ്. ഇവിടെയാണ് നമ്മളെ സ്റ്റേ. എന്താ പറഞ്ഞു? സിംഗിൾ അല്ലേ? എന്താണ് പെണ്ണായ? 4 റൂമുണ്ട്. നമ്മൾ 10 സിംഗിൾസിനെ പുച്ഛിക്ക് നോടി. നീ സിംഗിൾ ആയിട്ടിരുന്ന് വന്നവളാണ്. അത് നീ ആലോചിച്ചോ? ഫാന്റാസ്റ്റിക്. എന്തോടാ മോനെ? ഗൈസ്, ഇത് 3ാമത്തെ റൂം. എനിക്ക് ഈ റൂം മതി. ഇത് 4ാമത്തെ റൂം. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ സതീഷ് അമൃതരാജ് വ്ളോഗ്സ്. ഗൈസ്, ഞാൻ ഓൾറെഡി വ്ളോഗൊക്കെ എടുത്ത് തുടങ്ങി. പിന്നെ നമ്മൾ ഇത്ര സെറ്റപ്പൊക്കെ ആയതിനു ശേഷം ഒരു വ്ളോഗ് ഒരു സാധനം വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇതോ അവിടെ നമ്മളെ വിഷ്ണു ഷൂട്ട് ചെയ്യുവാണ്. വിഷ്ണു എന്തോ വീഡിയോ ഷൂട്ട് ചെയ്യുവാണ്. നമുക്ക് അതിലോട്ട് പിന്നെ വരാം. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത പ്ലേസാണ് ഈ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു. നമുക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം അവർ ചെയ്തു തന്നായിരുന്നു. അപ്പം നമ്മളിപ്പോൾ രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. നമ്മളെ കൂടെ ഞാൻ ഇത്ര പേര് വന്നിട്ടുണ്ടെന്ന് എല്ലാ ഡീറ്റെയിൽസ് ഇന്നലെ കാണിച്ചായിരുന്നു. നമ്മളെല്ലാവരും ഇപ്പം ബൈക്ക് റെൻറ്റിന് അവർ തരും, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അത് എടുത്തിട്ട് നേരെ ഗോവ ഫുള്ളും ചുറ്റിക്കറങ്ങാൻ പോവാണ്. പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഗോവ ട്രിപ്പ്. പടക്കുന്ന മീനോ? നമുക്ക് പൊളിക്കണം. ഓക്കെ, ഞാൻ എന്താ രാവിലത്തെ വിഷ്വൽ കാണിച്ചിരുന്നില്ല. രാത്രി ഞാൻ നിങ്ങൾക്ക് കുറെ കാണിച്ചു തന്നില്ല. കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്തുവാ മോളെ, നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഇവിടെ പൂളി ചാടണം. പൂളിൽ നീ പോടി തന്റെ അപ്പനാ. മോളെ, എന്താണ് നീ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? എന്താണ് ബോറടിക്കുന്നത്? രാവിലെ സത്യമായിട്ടും ബോറടിക്കുന്നു. ഒരുങ്ങി പോസ്റ്റ് ആയിട്ടിരുന്നു. ഓക്കെ, ഫുൾ അന്തൻ എന്റെ പ്രിയ സഖി ഗംഗേ പയറു. ആനകൾ പാമ്പുകൾ കുമാളം പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ ഗായ്സ്, അങ്ങനെ നമ്മൾ റെന്റ് ബൈക്കൊക്കെ എടുത്ത് കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ കൂടെ ശരത്തുണ്ട്, ബാക്കിൽ ബാക്കി ടീംസ് എല്ലാം ഉണ്ട്. ബാക്കി ടീംസ് പുറകെ വരുന്നുണ്ട്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈൻ ആൻഡ് ഡിവൈൻ. സോറി, ഇങ്ങനത്തെ പിഴവുകളൊക്കെ വരും. നമ്മളത് ശ്രദ്ധിക്കണം. ആണ്ട, കമോൺ അകത്തോട്ടോ. ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. കഴിച്ചിട്ട് നമ്മളിവിടെ എന്താണ് സ്പെഷ്യൽ കഴിച്ചതെന്നെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഫുഡിൻ്റെ റിവ്യൂ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ. ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്കേ. നമ്മളിപ്പോൾ ഉള്ളത് അഗോഡോ ഫോർട്ടിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടിക്കറ്റ് എടുക്കാൻ. പിന്നെ ഇതിൻ്റെ ഇങ്ങോട്ട് എൻട്രി ഇല്ല, 1 വേ ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 50 രൂപ അടയ്ക്കണം. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, നമ്മൾ അങ്ങനെ അകത്ത് കയറിയിരിക്കുകയാണ്. നമ്മളെ ടീംസ് എല്ലാം ഉണ്ട് കേട്ടോ. കമോൺ
ഗായ്സ് ഞാൻ സതീഷ് ഒളിച്ചോടി വന്നേക്കാണ് ഗായ്സ്. ചേച്ചി പിന്നെയോ അവനെ പോയി വിളിക്ക് ചേച്ചി. സതീഷ് എന്നെ പൊന്നോടെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ ഭർത്താവ് കൂടെ വന്നു. അതാണ് വലിയ ടിസ്റ്റ്. ഭർത്താവിന്റെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ അവള് പറയുന്നത്. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞു കയറി വന്നേക്കുന്ന കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. ന്യൂ ജോബ് വിഷ്ണു പോർക്കുളം. നമ്മളെ ടീംസ് അല്ല ഇവിടെ തന്നെ നിപ്പുണ്ട്. എന്ത് പറ്റി വീണ് കഴിഞ്ഞാൽ ഗൈസ് പാലം വഴി ഞാൻ കയറി നടന്നു പോവുകയായി. എവിടെ പോകാൻ എന്തെന്നൊന്നും അറിയാൻ വയ്യ. അവിടെ എന്തോ ഉണ്ട്. നമുക്ക് അങ്ങ് അതിന്റെ എൻഡിൽ പോയി എന്താണെന്ന് പോയി എന്റെ മോടെ പിറന്നാൾ വിളിക്കാൻ വന്നത് എല്ലാവരും വരണം. നോക്കിട്ട് വരാം. ഓക്കെ കമോൺ. പാലം പണി കഴിഞ്ഞതല്ല ഇത്. കുറെ പേരുണ്ട് ഇവിടെ. ഗൈസ് ഗൈസ് ഹായ്. എവിടുന്നാണ് ഈ തൊപ്പിയും ഗ്ലാസ് ഒക്കെ മേടിച്ചത് താങ്കൾ? താങ്ക് യു ഫോർ ദ ഗുഡ് റിവ്യൂ. ഒരു ഇൻഫോർമേഷൻ ആണ് വിഷ്ണു പോർക്കുളം നമുക്ക് പകർന്നു തന്നത്. ഇവിടെ ഭീമയുടെ ബേബിയും വന്നിട്ടുണ്ട്. നമ്മൾ അതിന് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുള്ളൂ. ഇപ്പൊ ആ കുഞ്ഞ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, സേഫ് ആയിട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. നല്ല ഓച്ച യെസ്. ഗൈസ് അഗോഡ ഫോർട്ടിൻ്റെ എൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ വ്യൂസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാണിച്ചു തരാം. ഓക്കെ കടൽ കടന്നു വരുന്ന കള്ളന്മാരെല്ലാം എവിടെ കാണാല്ലേ? അതാ ഇതാണ് അഗസ്റ്റ്യൻ ചർച്ച് കോംപ്ലക്സ്. ഇത് കണ്ടോ? അഗോഡ ഫോർട്ടിലെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാം പാക്കപ്പ് അടിക്കുകയാണ് നമ്മൾ ഇവിടുന്ന്. നമ്മളിനി അടുത്തത് ചേട്ടാ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് വഴിയെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ അപ്പിലായിരുന്നു, ഇപ്പോൾ ഡൗൺലോഡ് താഴെ വന്നു. നമ്മളെ ചാറിളകി. ഭയങ്കര വെയിലായിരുന്നു. നമുക്ക് പെണ്ണില്ലടാ ഗൈസ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവ സിക്കേറിയം ബീച്ച്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വന്നിരിക്കുന്നത്. ആണ്ടേ ഇതാണ് നമ്മളെ വിഷ്വൽ. കണ്ടോ, സൂപ്പർ അല്ലേ? നേരത്തെ നമ്മൾ പോയത് അപ്പർ അഗോഡ ആയിരുന്നു. ഇത് ലോവർ അഗോഡ ബീച്ച് ആണ്. ടീംസ് എല്ലാം അവിടെ നിൽപ്പുണ്ട്. നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുക. വിഷ്ണു പോർക്കുളം അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. എന്തുവാണ് മോനെ? കണ്ണാപ്പി. ആണ്ടേ കണ്ണാപ്പി. സ്റ്റാർട്ടിങ്ങിൽ അവിടെയാണ് നിന്നത്. ഇപ്പം കയറി നടന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് നോക്കേ. ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റ് ആണ് ഇവിടെ. താഴെ നീന്തലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് നീന്തലൊക്കെ പഠിക്കാം താഴെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉള്ള സിക്യോറിയം ബീച്ചിലാണ്. സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മളുള്ളത് ബാഗ ബീച്ചിലാണ്. ഇവിടുത്തെ വൈബൊക്കെ ഒന്ന് കാണിച്ചു വിടാം മോനെ. ഫുള്ള് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ കൊല്ലം വർക്കല ബീച്ചില്ലേ, ആ ഒരു സെറ്റപ്പ്. ചുമ്മാ അല്ല, അവിടെ നമ്മൾ മിനി ഗോവ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും വഴിയെ. ഈ വാഗ ബീച്ചിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? വാഗ ബീച്ച് കുറെ എന്തോ ഇവിടെ എന്തോ കാണാം. അതുകൊണ്ട് കുറെ മാറി നേരം നല്ലോണം പറയാം. അങ്ങനെയൊന്നുമല്ല, കൊള്ളാം. ഫീൽ ചെയ്യാനൊക്കെ ഉണ്ട്. ഹരിയല്ല, ശരത്. പക്ഷെ എന്താണത്, ഇവിടെ അസ്കെ പോലെ ഇരിക്കുന്ന കുറെ പട്ടികളുണ്ട്, മദാമമാരുണ്ട്. ഭീം ഗേൾ ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്താണ് ഭീം ഗേൾ ഉദ്ദേശിക്കുന്നത്? ചവിട്ടിക്കൂട്ടി തലയിലിട്ടി തേച്ചളഞ്ഞ തല തെറിച്ചവനെ. ബാഗ ബീച്ചിന്റെ നൈറ്റ് വ്യൂസ് ആണ്.
വാവ് ബ്യൂട്ടിഫുൾ. എന്തോ മോളെ കാണിക്കുന്നത്? നോടാ മോനെ, ചില്ലിങ് ആണോ? മൈ ഗോഡ്. നൈറ്റ് ലൈഫ് ആഘോഷിക്കുന്നു. ഗോവ നൈറ്റ് ലൈഫ്. വാവ് വാവ്. അങ്ങനെ നമ്മുടെ ബീച്ചിൻ്റെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുന്നത്. നമുക്ക് അകത്ത് കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. നമ്മളിതാ ഇവിടെ നിരന്നിങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അജീഷണ്ണ ഭക്ഷണം വന്നോ? ഭക്ഷണം വന്നു, കുറെ ടീമിൽ കഴിക്കുന്നുണ്ട്, തിരക്കിനിടെ കയറുന്നില്ല. അവർ കഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇവിടെ എല്ലാവരും മലയാളികളല്ലേ? അന്നപ്പം നമ്മൾ കണ്ടില്ലേ അല്ലേ? എന്താണ് പറയാനുള്ളത് അതിനെപ്പറ്റി? മീനു നിനക്ക് ഒരു ദോശയുണ്ട്. മലയാളി പിള്ളേരെ കണ്ടു. മലയാളി റെസ്റ്റോറന്റ്. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഗോവ ട്രിപ്പ്. നമ്മളെല്ലാവരും എന്താ അവിടെ എല്ലാവരും റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പം സമയം 10:30 മണിയാണ്. നമ്മളിനി നേരെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളിപ്പോൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പം നിൽക്കുന്നത് സെൻറ്റ് കാത്തലിക് ചേർച്ചിലാണ്. ഇവിടെ നോക്കിയാൽ കുറേ സ്റ്റോൺസ് ഇങ്ങനെ കല്ലുകൊണ്ട് കൊത്തി വെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഓരോരോ പുരാതന കാല സംഭവങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെയൊക്കെ പേരും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് മിൽ സ്റ്റോൺസ് ഓഫ് ഗൺ പൗഡർ ഫാക്ടറി അങ്ങോട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. അവിടെ എല്ലാവരും നിൽപ്പുണ്ട്, ടീംസ് എല്ലാം. സെൻറ്റ് കാത്തലിക് ചർച്ചിൻ്റെ ഫ്രണ്ടിലുണ്ട്. അതിൻ്റെ ചർച്ചിൻ്റെ ഒരു സൈഡാണിത്. ഓക്കെ, പിന്നെ അവിടെ എന്താണ് സംഭവം എന്ന് നമുക്ക് കുളം പോലെ എന്തോ സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കമോൺ. കുളമാണ് എനിക്ക് തോന്നുന്നു. ഇവരിത് വറ്റിച്ചിട്ടിരിക്കുക. മീനെ പിടിക്കാൻ പോകും. ചർച്ചിൻ്റെ സൈഡ് പോർഷനാണിത്. ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് വേൾഡ് ഹെറിറ്റേജ് മൗണ്ടൻ ചർച്ചസ് ആൻഡ് കൺവെൻറ്റ്സ് ഓഫ് ഗോവ. കുറേ ഉണ്ട്. ഇത് ഈ ചർച്ചിൻ്റെ അകത്തെ പോർഷനാണ്, ഇൻസൈഡാണ്. ഇതിനകത്ത് കയറാൻ പറ്റുമോ എനിക്കറിയാൻ വയ്യ. നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് അകത്തോട്ട് നീങ്ങുകയാണ്. ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റ് കൗണ്ടറൊക്കെ അവിടെ എഴുതി വെച്ചേക്കുന്നത്. എന്തുവാ? ആർക്കിയോളജിക്കൽ മ്യൂസിയം. സംഭവങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഗൈസ്? ഇപ്പം ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത് 10 രൂപയാണ് ഒരാൾക്ക്. ഫോണൊക്കെ മേടിച്ച് വയ്ക്കുന്നു ഗൈസ്. പോയിട്ട് വരാം അകത്തോട്ട്. നമ്മൾ ചർച്ച് നേരത്തെ കാണിച്ചായിരുന്നല്ലോ, അതിനകത്ത് നമുക്ക് കയറാൻ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ അകത്ത് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പുരാതന കാല സംഭവങ്ങളായിരുന്നു അതകത്ത് മൊത്തം. അപ്പോൾ നമുക്കപ്പം ഇതിനകത്തോട്ട് കയറി നോക്കാം എന്തോ സംഭവം. ചർച്ചിൻ്റെ അകത്ത് നൈസാണ് കേട്ടോ, സൂപ്പർ വ്യൂ ആണ്. പള്ളിയുടെ അകത്ത് കയറണമെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഡ്രസ്സ് പ്രോപ്പറായിരിക്കണം, അല്ലാതെ നമുക്ക് കയറാൻ പറ്റത്തില്ല. വയ്യ ഗൈസ്, ഇതാക്കുന്നു. നല്ല വെയിലായിരുന്നു. നമുക്ക് അവിടെ പോയതോ, അവിടെ വെള്ളമുണ്ട്, വെള്ളം കുടിക്കാം. ഇത് സൈഡ് വ്യൂ ആണ് അതിൻ്റെ. നമ്മൾ അവിടുത്തെ 2 ചർച്ചും കണ്ടിറങ്ങി. നമുക്ക് അകത്തോട്ട് ഫോൺ കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ആ കോട്ട പോലത്തെ പള്ളിയിലാണ്. ഓക്കെ, കമോൺ. നല്ല കിടുക്കാച്ചി വ്യൂസ്, അടിപൊളി ഗൈസ്. കണ്ടോ, അകത്ത് നമുക്ക് കയറി നോക്കാവേ. അവിടെ നല്ല തിരക്കുണ്ട്. കുറച്ചു മുമ്പ് കണ്ട പള്ളി കണ്ടോ, അതിൻ്റെ അവിടുത്തെ വ്യൂസായത്. ഇത് കണ്ടോ? നമ്മളങ്ങനെ ചർച്ചെല്ലാം കണ്ടു കഴിഞ്ഞു. പുറത്തോട്ട് വന്നു, ടീംസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാക്കപ്പ് അടിക്കും. എന്നിട്ട് നേരെ പോയി ഫുഡും കഴിച്ചിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. ഓക്കെ, ഹലോ. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇപ്പം മിറാമർ ബീച്ചിൽ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി കറങ്ങാം. പിന്നെ അവിടെ